ഹായ് ഹലോ ഗൈസ്, ഇതാണ് നമുക്ക് വണ്ടി പണി തന്ന ദിവസവും അതുപോലെ നമ്മൾ ഉത്സവത്തിന് ആദ്യമായിട്ട് പോരുന്ന ദിവസം. വണ്ടി ചെറുതായിട്ട് ഇവിടെ തൊട്ടടുത്ത ജംഗ്ഷനിൽ നിന്ന് പണിതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി വീഴാൻ പോയി. ഞാനും ആൻറ്റിയായിരുന്നു എൻ്റെ വണ്ടിയിൽ. അങ്ങ് പഞ്ചറായിപ്പോയി. അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് കാറെടുത്ത് പിന്നെ എല്ലാവരുമായിട്ട് നമ്മൾ അമ്പലത്തിൽ വന്നു. അപ്പോൾ ഞാനും അനിയത്തിയാണ് തൊഴുകാൻ പോണത്. അപ്പോൾ അന്നും ഇതുപോലെ തന്നെ ശീവേലി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ ശീവേലി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നടന്നതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ ശീവേലി കാണാത്തവർക്കായിട്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടിട്ട് പോയോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിത് അമ്പലത്തിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അന്ന് ഗാനമേളയായിരുന്നു. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ നിന്ന് ദേവിയുടെ തലയിൽ വെച്ചിരുന്ന പൂ തന്നെ കിട്ടി. അങ്ങനെ ഞാനും അമ്മയും ഇവിടെ ഇരിക്കുക. അമ്മ എപ്പോൾ ക്യാമറ എടുത്താലും ക്യൂട്ട് എക്സ്പ്രഷൻ ഇടും. ഇവൻ പിന്നെ സിഗ്മയാണ്, അവൻ എക്സ്പ്രഷനേ ഇടത്തില്ല. ഞാൻ പിന്നെ അമ്മയുടെ അപ്പുറമായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇവിടെ പ്രോഗ്രാം കാണാൻ വന്നപ്പോൾ ഇന്ന് ഗാനമേളയായിരുന്നു. അങ്ങനെ ഗാനമേളയൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഗാനമേള കണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി, ലേറ്റ് ആയതുകൊണ്ട്. അങ്ങനെ പിന്നെ കാറിൽ തന്നെ പോയി. വണ്ടി പിന്നെ എടുക്കാൻ നിന്നില്ല. കാര്യം നമ്മളെ വീടിനടുത്ത് തൊട്ടടുത്ത ജംഗ്ഷനിൽ തന്നെയാണ് നമ്മൾ പണിയാൻ കൊടുത്തത്. രാത്രി പിന്നെ ആൾ വന്നായിരുന്നു ശരിയാക്കാൻ. അങ്ങനെ ശരിയാക്കാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ ഇതാണ് ഇവിടുത്തെ ലൈറ്റ് വർക്ക്. സത്യം പറയുവാണെങ്കിൽ വണ്ടി അങ്ങനെ പഞ്ചറായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ നേരിടുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ആലോചിച്ച് അങ്ങ് സമാധാനിച്ചു. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മാഗി കഴിച്ചിട്ട് പിന്നെ കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം.